പ്രേമ ഈ ഭൂമി കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഇടമെന്ന് പറയുന്നത് ചൊവ്വയാണ് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൊവ്വയിൽ ജീവിക്കാൻ ഒരു അമേരിക്കക്കാരി പെൺകുട്ടി തയ്യാറാകുന്നു അല്ലെങ്കിൽ പോകാൻ പോകുന്നു എന്നൊരു വാർത്തയൊക്കെ ഉണ്ട്. അതിൻ്റെ കുട്ടിയുടെ പേര് അലീസ കാഴ്സൺ എന്നാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇങ്ങനെ ചൊവ്വയിലേക്ക് പോകാൻ? ഈ അലീസ കാഴ്സൺ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഈ രീതിയിൽ ഒരു ബഹിരാകാശ സഞ്ചാരി അല്ല. വാസ്തവത്തിൽ അവര് വാസ്തവത്തിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അലീസ ബ്ലൂബെറി, ക്ഷമിക്കണം, നാസ ബ്ലൂബെറി എന്ന പേരിൽ ഒരു ഐ ഡി തന്നെയുണ്ട്. അപ്പോൾ ഈ ബ്ലൂബെറി എന്ന പേര് വരാൻ കാരണം ഈ പെൺകുട്ടി 3-ാമത് വയസ്സ് മുതൽ അന്നാണ് ഈ പെൺകുട്ടിക്ക് ഈ ബഹിരാകാശ ജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ ആഗ്രഹം തോന്നി തുടങ്ങിയത്. കാരണം അവർ ജനിച്ചത് ലൂസിയാന എന്ന് പറയുന്ന സ്ഥലത്ത് 2001 ജനിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശൈശവദശയിൽ കാർട്ടൂണുകളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഒരു കാർട്ടൂണിൽ ആ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ മിഷൻ ടു മാഴ്സ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡിൽ ഈ ചൊവ്വയിലെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു എപ്പിസോഡ് ഈ കുട്ടി കണ്ടു 3-ാമത് വയസ്സിൽ. അപ്പോൾ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ബെഡ് കാഴ്സൺ എന്നാണ്, ആ പിതാവിനോട് ഈ പെൺകുട്ടി ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അന്ന് മുതൽ ഈ കുട്ടിക്ക് ഈ മേഖലയോട് വലിയ ക്രൈസാണ്, ബഹിരാകാശ അതേപോലുള്ള പരിപാടികളോട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന പ്രസിദ്ധീകരണങ്ങളും വീഡിയോകളും ഒക്കെ നിരന്തരം കാണാൻ തുടങ്ങി. അങ്ങനെ 7-ാമത് വയസ്സിൽ ഈ നാസ ഈ ഇത്രയും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പേസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ 7-ാമത് വയസ്സിൽ ഈ കുട്ടിക്ക് ആ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ അവളിൽ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് ഈ മൈക്രോ ഗ്രാവിറ്റി, അതായത് ശൂന്യാകാശത്ത് നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെക്കുറിച്ചും ജി ഫോഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ ഈ ഗുരുത്വാകർഷണത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ചെറുപ്രായത്തിലെ അനുഭവിക്കാനായിട്ട് ഈ കുട്ടിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അണിഞ്ഞിരുന്ന ജാക്കറ്റ് നീല നിറമായിരുന്നു. അങ്ങനെ അവർ പങ്കെടുത്തവർ ഈ കുട്ടിയെ ബ്ലൂബെറി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പേരും എടുത്തിട്ടാണ് ആ കുട്ടി ഇപ്പോഴും നിരന്തരം ഈ രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് നിരവധിയായി പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്ത, ഈ പെൺകുട്ടി ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു, അത് ഒരു സിംഗിൾ ജേണിയാണ്, അങ്ങോട്ട് പോകും, തിരിച്ചു വരവ് ഉണ്ടാകില്ല. അപ്പോൾ സ്വന്തം ജീവിതം പോകുമെന്ന് ഉറച്ചിട്ടും ചൊവ്വയിലേക്ക് പോകാനായിട്ട് അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പെൺകുട്ടി എന്ന തരത്തിലാണ് ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള പപ്പും തൊങ്ങലും പിടിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ വാസ്തവം എന്തെന്നാൽ നാസ നിലവിൽ മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കുന്ന പരിപാടി നിലവിൽ ആസൂത്രണം ചെയ്തിട്ടെന്നല്ല, അവരുടെ പ്ലാനിലുണ്ട്. പക്ഷെ ഈ ഒരു പെൺകുട്ടിയെ അയക്കാനായിട്ട് യാതൊരു പദ്ധതിയും അവർ ചെയ്തിട്ടില്ല. ഇനി ഇവരുമായിട്ട് നാസ ഒരു തരത്തിലുള്ളൊരു കരാറും ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഈ പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ ചെറുപ്രായം മുതൽ നാസയുടെ എല്ലാ സ്പേസ് ക്യാമ്പുകളും പങ്കെടുത്ത, ഏതാണ്ട് 14ഓളം സ്പേസ് ക്യാമ്പുകൾ പങ്കെടുത്ത ഏക വനിതയാണ്. നിലവിൽ ഇപ്പോൾ 25 വയസ്സുണ്ട്. നിലവിൽ ഇപ്പോൾ അവർ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അവർ ആസ്ട്രോബയോളജിയിൽ ബിരുദം പൂർത്തിയാക്കിയിട്ട് ആർക്കൻസാസ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇതേപോലെ ഈ കാര്യത്തിൽ നിരവധിയായ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളെന്ന നിലയിൽ ഈ വിഷയത്തിൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവർ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഓരോ കോളേജുകളിലോ മറ്റോ അതിഥിയായിട്ട് ചെന്ന്, അതായത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അതിൽ അവരവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയും കണ്ടന്റുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ ഈ ചൊവ്വയിലേക്ക് പോകണം. ഇവരത് പറയുന്നുണ്ട് കേട്ടോ, ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ പോകുമെന്ന് ഇവർ പറയുന്നുമുണ്ട്. പക്ഷെ അവസരം കൊടുക്കുകയോ ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത്, അവസരം കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, നാസയാണ് അവസരം ഉണ്ടാക്കേണ്ട അല്ലേ? അല്ല, നിലവിലെ ഇപ്പോൾ ഇതേപോലുള്ള ദൗത്യങ്ങൾ ആദ്യം ചെയ്യുന്ന നാസ എന്ന തലത്തിൽ ആ രീതിയിൽ തന്നെ ചിന്തിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നാസയ്ക്ക് നിലവിൽ അങ്ങനെ ഒരു ഇവരുമായിട്ടൊരു ടൈപ്പ് ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നാസ മനുഷ്യനെ അയക്കുന്ന പ്ലാനേ ഇല്ല. മനുഷ്യനെ അയക്കുന്ന പ്ലാനേ ഇല്ലെന്നല്ല, അതുണ്ട്. പക്ഷെ ഇവരെ അയക്കുന്ന കാര്യത്തിൽ നാസയ്ക്ക് ഒരു പ്ലാൻ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞതിലേക്ക് വരാം. മനുഷ്യനെ അയക്കാനായിട്ട് നാസ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ആ പദ്ധതി ഒന്നെങ്കിൽ 2030 സ്റ്റാർട്ട് ചെയ്യും, 2035 സാധ്യതയുണ്ട്, 2040 ആകാനും സാധ്യതയുണ്ട്. അതിലൊരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. നാസയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ദൗത്യം വീണ്ടും ഈ മനുഷ്യരെ നമ്മുടെ ചന്ദ്രനിൽ എത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ ചെയ്തത്. അതിന്റെ പ്രോസസ്സാണ് ഇപ്പൊ ഒരിക്കലും അവർ ചെയ്തതാണ്, ഇപ്പൊ അത് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിപാടികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ചൊവ്വ അതിന് ശേഷമേ നടക്കുകയുള്ളൂ.
അപ്പോൾ ഇനി ഈ ചൊവ്വയിൽ മനുഷ്യന് പോകാൻ പറ്റുമോ എന്നുള്ളതും കൂടി അറിയണമല്ലോ. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അതാണ് വേണ്ടത്. ആദ്യം വേണ്ട അതാണ്. പക്ഷേ നിലവിലുള്ള നിഗമന പ്രകാരം നമുക്ക് ചൊവ്വയിലേക്കുള്ള യാത്രയ്ക്ക് 7 മുതൽ 9 മാസം വരെ സമയമെടുക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയ്ക്ക്. ഏകദേശം, അതായത് ഇത് എല്ലാം ഈ ചൊവ്വയും ഭൂമിയും എല്ലാം സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭ്രമണപഥങ്ങളിലുള്ള വ്യത്യാസം കൊണ്ട് അകലം കൂടിയും കുറഞ്ഞു ഇരിക്കും ഈ ചൊവ്വയും ഭൂമിയുമായിട്ടുള്ള. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 22.5 കോടി കിലോമീറ്ററാണ്. ഏറ്റവും അകലെ ഉള്ളതെന്ന് പറയുമ്പോൾ ഏതാണ്ട് 40 കിലോമീറ്റർ വരെ 40 കോടി കിലോമീറ്റർ വരെ അകന്നു പോവുകയും ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിനിമം 500 ദിവസമെങ്കിലും എടുക്കും ഒരു യാത്രയ്ക്ക്. ഇനി മനുഷ്യൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടു എന്ന് കരുതുന്നത്. ഇപ്പം നമ്മൾ ചന്ദ്രനിൽ പോകുന്നു. ചന്ദ്രനിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു അന്തരീക്ഷമില്ല, ആളുകൾ പഞ്ഞിക്കെട്ട് പോലെ പറന്ന് നടക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയാൽ അവിടെ ഇറങ്ങിയ വാഹനം തിരിച്ച് അതിനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേടകത്തിൽ വന്ന് റീകണക്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ചൊവ്വയിൽ അതല്ല അവസ്ഥ. അവിടെ അല്പം ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഇറങ്ങുന്ന മനുഷ്യന് തിരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു വരാൻ മറ്റൊരു റോക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ജേണി ഉണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. പിന്നെയും ഉണ്ട്, ഈ പറയുന്ന 22.5 കോടി കിലോമീറ്റർ താണ്ടാൻ ഏതാണ്ട് 500 ദിവസം എടുക്കുന്ന യാത്ര പൂർത്തിയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോക്കറ്റ് സാങ്കേതിക വിദ്യയും വേണമല്ലോ. ഇതിപ്പോൾ ഏതെങ്കിലും അത്രയും വെച്ചുകൊണ്ട് നമ്മൾ റോക്കറ്റിൽ അവിടെ ചെന്നെന്ന് തന്നെ ഇരിക്കട്ടെ, തിരിച്ചിങ്ങോട്ട് വരാൻ എന്ത് ചെയ്യും? അത്രയും ദിവസം പോകാനുള്ള സാങ്കേതിക വിദ്യയുള്ള റോക്കറ്റ് ഇല്ല, നിലവിലില്ല, തിരിച്ചുമില്ല. അത് കണ്ടെത്തണം. ഇനി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരിക എന്നുള്ളതും പ്രശ്നമാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള നിഗമനങ്ങൾ അനുസരിച്ച് നിലവിലെ സാഹചര്യത്തിൽ നേരിട്ട് അവിടെ മനുഷ്യന് പോകാൻ പറ്റില്ല. പോകുന്നെങ്കിൽ നമ്മൾ ചന്ദ്രനിൽ പോകുന്നത് പോലെ മറ്റേ സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് പോകണം. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി എങ്ങനെ ജീവിക്കാൻ പറ്റുക? പക്ഷെ അവിടെ ജീവൻ സാധ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നിലവിൽ അവിടെയുള്ള അന്തരീക്ഷത്തിൽ ഏതാണ്ട് 95% കാർബൺ ഡൈ ഓക്സൈഡാണ്. 0.16%, 1% പോലും ഇല്ല ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിലേ മനുഷ്യൻ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ സ്പേസ് സ്യൂട്ട് ഇട്ടേ പോകാൻ പറ്റുള്ളൂ. ഇനി അതിലും കുഴപ്പമുള്ള സംഗതി, അവിടെ താപനില എന്ന് പറയുന്നത് -62 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അവിടുത്തെ ധ്രുവപ്രദേശങ്ങളിലെ താപനില എന്ന് പറയുന്നത് -140 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും ഈ തണുപ്പത്ത് നമുക്ക് അതിജീവിക്കുക പ്രയാസമാണ്. അപ്പോൾ അതിന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന ഒരു പോംവഴി, ഇവിടെ ഇതിൻ്റെ ഉപരിതലത്തിൽ ഒരുപാട് ഗുഹകളുണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ നിരപ്പിൻ്റെ താഴെ വീടുകൾ നിർമ്മിക്കുക. എന്നിട്ട് ഈ തണുപ്പിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഒരു പരിധി വരെ. ഇനി അവിടെ ശുദ്ധവായു വേണമല്ലോ. അപ്പോൾ ആദ്യം പോകുന്ന ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഈ തണുപ്പ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാനായിട്ടുള്ള വഴി നോക്കണം. അപ്പോൾ അവിടെ ഇത്രയും കുറഞ്ഞ താപനിലയാണെങ്കിൽ ചൂട് കൂട്ടുക, കൃത്രിമമായിട്ട് ചൂട് കൂട്ടാൻ നോക്കണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ കണ്ണാടികളുണ്ടല്ലോ, വലിയ തരത്തിലുള്ള കണ്ണാടികൾ അവിടെ സ്ഥാപിച്ചിട്ട് സൂര്യപ്രകാശം പരമാവധി ഈ ധ്രുവപ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ഐസ് ഉരുക്കുക. ഐസ് ഉരുകുമ്പോൾ വെള്ളം വരും. അങ്ങനെ അത് ഐസ് വെള്ളമായി മാറുമ്പോൾ അതിൽ നിന്ന് കാർബണും പുറന്തള്ളപ്പെടും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വെള്ളമായി മാറുന്ന, അതായത് വെള്ളത്തെ അന്തരീക്ഷത്തിന് ചൂട് കൂടുമ്പോൾ ഈ വെള്ളം ദ്രവാവസ്ഥയിൽ നിലനിൽക്കാനുള്ള സാധ്യതയായി. സാധാരണ അതുമൂലം നദികൾ ഉണ്ടാവുകയോ സമുദ്രങ്ങൾ രൂപപ്പെടുകയോ ചെയ്യും. അതിനുശേഷമുള്ള അടുത്ത ദൗത്യത്തിൽ അവിടെ ഓൾറെഡി കാർബൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദൗത്യത്തിൽ നമ്മൾ ഇവിടെ വളരാൻ സാധ്യതയുള്ള സസ്യജാലങ്ങളെ എത്തിക്കുക. കാർബൺ ഉണ്ട്, പരിമിതമായ അളവിൽ ഓക്സിജൻ ഉണ്ട്, വെള്ളമുണ്ട്, ചെടികൾ അവിടെ വളരും. അങ്ങനെ ചെടികൾ വളർന്ന് അതിൽ നിന്ന് അവർ ഓക്സിജൻ പുറന്തള്ളും, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തോളും. അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ട് ഈ പരിപാടി നടക്കുകയുള്ളൂ. ഭൂമി പ്രതലമൊക്കെ തന്നെ ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പിന്നെ ഏറ്റവും വലിയ കുഴപ്പം, അവിടെ എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ ജീവിതം സാധ്യമാകണമെങ്കിൽ കുറഞ്ഞത് 1000 വർഷമെങ്കിലും എടുക്കും. കാര്യം ഈ രീതിയിൽ ഗ്രാജുവലായിട്ട്, ഇത് സ്വിച്ചിട്ട പോലെ നടക്കുന്ന കാര്യമൊന്നുമല്ല, വളരെ ക്രമേണ റെഡിയാക്കിയെടുക്കും. ഇനി ഏറ്റവും വലിയൊരു വെല്ലുവിളി
അവിടെ നിലവിലൊരു ഭൗമാന്തരീക്ഷമില്ല, ഭൂമിയെ പോലെ ഒരു ആവരണം ഇല്ല. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ട് വരും, കൂടെ അൾട്രാ വയലറ്റ് രശ്മികളും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ അതിജീവനം പ്രയാസമാണ്. പക്ഷേ ക്രമേണ അവിടെ ഈ തരത്തിൽ ചെടികൾ വളർന്ന് അന്തരീക്ഷം, അതായത് കൃത്രിമ അങ്ങനെ സാഹചര്യം ഉണ്ടാക്കപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 2022 പെർസെവറൻസ് എന്ന് പറയുന്ന ഒരു റോവർ അങ്ങോട്ട് അയച്ചു, അവിടെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു റോവർ അയച്ചു. അതില് മോക്സി എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ, ഈ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന സംഗതി, അതിന്റെ പേരെന്താണ്, നമ്മുടെ അവിടെ ബ്രെഡൊക്കെ സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന സംഗതി, പോട്ടെ എന്ന് പാട്ടെ, അതിന്റെ വലിപ്പമുള്ള ഒരു സംവിധാനമാണ് ഈ മെഷീൻ. അപ്പൊ ഇത് അവിടെ ഈ ഓക്സിജൻ വലിച്ചെടുത്ത്, ഓക്സിജൻ CO2 ആണല്ലോ, അപ്പൊ അതിൽ നിന്ന് വേർതിരിച്ച് ഓക്സിജനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുക. ചെറിയൊരു മെഷീനാണ്, അതിനെ കൊണ്ടാവുന്ന പണി അതവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ കൃത്രിമമായിട്ട് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് തന്നെ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ഈ രീതിയിൽ നടപടിയുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നിലവിലെ ഒരു സാധ്യത വെച്ച് ഈ രീതിയിൽ അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 1000 വർഷമെങ്കിലും ഒക്കെ വേണ്ടി വരും. അത് മാത്രമല്ല, ഈ പോകുന്നതിന്റെ സമയം തന്നെ, യാത്രാ കാലാവധി അതൊരു വലിയ സമയമാണല്ലോ, വലിയ സമയമാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോ എങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു റോക്കറ്റ് പോകുന്നു, ഇവിടെയുള്ള ഇന്ധനം ഉപയോഗിച്ച് അവിടെ പോകുന്നു. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ അവിടുന്ന് തന്നെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കും. എത്രമാത്രം ഇന്ധനം വേണം? അല്ല, അവിടെ ചെല്ലുന്ന മനുഷ്യൻ അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ധനം ഉണ്ടാക്കണം. ഇന്ധനം ഉണ്ടാക്കി അവിടുന്ന് തന്നെ റോക്കറ്റ് മറ്റു സാധനങ്ങളെ സജ്ജീകരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. അതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ തലപെരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാലത്തൊന്നും അതൊന്നും നടപടിയാവില്ല. അപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് പോയാൽ അതുകൊണ്ടല്ലേ ഈ പറയുന്നത്, ഞാൻ അത് നടപടിയുള്ള വാർത്തയല്ല. ഏതായാലും ആ പെൺകുട്ടിയുടെ ഏതാണ്ട് ഇപ്പൊ 25 വയസ്സായി, ഒരു 80-85 വയസ്സ് വരെ ജീവിച്ചിരിക്കും തൽക്കാലം കരുതുക. ആ സമയത്ത് പോലും ഇത് നടപടിയാവുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ മനുഷ്യൻ പോകണമെങ്കിൽ മനുഷ്യൻ അവിടെ നിലനിൽക്കാൻ ആവശ്യമായ അനുബന്ധ സാഹചര്യം ആദ്യം ഉണ്ടാക്കണം. ആ സാഹചര്യം ഉണ്ടാക്കാൻ തന്നെ ചില 100 കണക്കിന് വർഷം വേണ്ടി വരും. അപ്പൊ ഉടനെയൊന്നും മനുഷ്യൻ അങ്ങോട്ട് എത്തിപ്പെടുക അസാധ്യമാണ്. പിന്നെ ഇലോൺ മസ്കിനെ പോലെ ചില അതിമാനുഷിക ചിന്താഗതിയുള്ള ചിലർ അവിടെ മനുഷ്യ ജീവിതം സാധ്യമാണ്, അവിടെ മനുഷ്യ കോളനി ഉണ്ടാക്കണമെന്നൊക്കെ വാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇതേപോലെ ക്രമേണ അതിനെ ഭൂമിക്ക് സമാനമായി പാകപ്പെടുത്തി എടുത്തതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും. കാരണം ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം എത്ര കാലവും ഇങ്ങനെ തന്നെ തുടരുമെന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അടുത്തൊരു സാധ്യത എന്ന നിലയിൽ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഒരു സംഭവം എന്ന നിലയിൽ ചൊവ്വയെങ്കിൽ ചൊവ്വ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും.